നമ്മൾ മനുഷ്യർക്ക് രാത്രികാലങ്ങളിൽ വെളിച്ചം അത്യാവശ്യമാണ്. റോഡരികിലെ തെരുവ് വിളക്കുകളൊക്കെ ഇത്തരത്തിൽ മനുഷ്യന്റെ ആവശ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഉണ്ടാക്കിയതുമാണ്. എന്നാൽ ഈ വെളിച്ചം മറ്റ് ചില ജീവികളുടെ ജീവിതം നരകതുല്യമാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ഇതിന് പരിഹാരമായി ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഡെൻമാർക്കിലെ ഒരു പ്രാദേശിക സർക്കാർ. പ്രകാശ മലിനീകരണം കാരണം വംശനാശ ഭീഷണി നേരിടുന്ന വവ്വാലുകളെ സംരക്ഷിക്കാൻ ഒരു റോഡിലാകെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളിൽ ചെറിയ ചില മാറ്റങ്ങളാണ് ഡെൻമാർക്കിലെ ഒരു പ്രാദേശിക സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സാധാരണയായി സ്ട്രീറ്റ് ലൈറ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന LED ബൾബുകൾ വെളുത്ത പ്രകാശമാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. ഇതിൽ ധാരാളമായി ബ്ലൂ ലൈറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ നീല വെളിച്ചം വവ്വാലുകളെ സംബന്ധിച്ച് അവരുടെ സഞ്ചാരത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന ഘടകമാണ്. വവ്വാലുകളിൽ രാത്രികാലങ്ങളിൽ ഇര തേടാനും സഞ്ചരിക്കാനും തങ്ങളുടെ എക്കോ ലൊക്കേഷൻ ശേഷിയാണ് ഉപയോഗിക്കാറ്. എന്നാൽ തീവ്രമായ വെളുത്ത പ്രകാശം അവയുടെ സ്വാഭാവികമായ ഈ സഞ്ചാര പഥത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് വവ്വാലുകളുടെ സ്വാഭാവിക ഇര തേടലിനെ തടസ്സപ്പെടുത്താനും അതിലൂടെ അവയുടെ എണ്ണം ഗണ്യമായി കുറയാനും കാരണമാകുന്നുണ്ട്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡെൻമാർക്ക് ഇപ്പോൾ ഒരു സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത്. ഡെൻമാർക്കിലെ ഒരു പ്രധാന ഹൈവേയിൽ അവർ വെളുത്ത വെളിച്ചത്തിന് പകരം ചുവന്ന വെളിച്ചം നൽകുന്ന വിളക്കുകൾ സ്ഥാപിച്ചാണ് വവ്വാലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗൻ അടുത്തുള്ള ഗ്ലാഡ്സാക്സെ മുനിസിപ്പാലിറ്റിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. കോപ്പൻഹേഗന്റെ പ്രാന്തപ്രദേശത്തുള്ള ഫ്രെഡറിക്സ്ബർഗോ എന്ന റോഡിലാണ് വവ്വാലുകളെ സംരക്ഷിക്കാനായി അവർ ചുവന്ന LED വിളക്കുകൾ സ്ഥാപിച്ചത്. വെള്ള ലൈറ്റുകൾക്ക് പകരം ചുവന്ന ലൈറ്റുകൾ സ്ഥാപിച്ചതിന് പിന്നിലും ശാസ്ത്രീയമായ ചില കാരണങ്ങളുണ്ട്. പഠനങ്ങൾ പ്രകാരം വവ്വാലുകൾക്ക് ചുവന്ന വെളിച്ചത്തോട് സെൻസിറ്റിവിറ്റി കുറവാണ്. ചുവന്ന പ്രകാശത്തിൽ അവർക്ക് തങ്ങൾ ഇരുട്ടിലാണെന്ന തോന്നലുണ്ടാകും. ഇത് അവരെ ഭയമില്ലാതെ സ്വതന്ത്രമായി പറക്കാനും ഇര തേടാനും സഹായിക്കുന്നു. അതേസമയം മനുഷ്യർക്ക് വാഹനം ഓടിക്കാൻ ആവശ്യമായ വെളിച്ചവും ഈ ചുവന്ന വിളക്കുകൾ നൽകുന്നുണ്ട്. അതിനാൽ തന്നെ പ്രകൃതിയുടെയും മനുഷ്യന്റെയും ആവശ്യങ്ങളെ ഒരുപോലെ പരിഗണിക്കുന്ന ഒരു മാതൃകയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ലൈറ്റിംഗ് മെട്രോപോളിസ് ഗ്രീൻ മൊബിലിറ്റി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഡെൻമാർക്ക് ഈ മാറ്റം നടപ്പിലാക്കിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തികമായി പിന്തുണക്കുന്ന ഒരു സംരംഭമാണിത്. ഡെൻമാർക്കിലെയും സ്വീഡനിലെയും വിവിധ നഗരങ്ങളെ ഉൾപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദമായ വെളിച്ചം ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സാധാരണ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും ഇതിന് വരുന്നില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം ലഭ്യമായ LED സാങ്കേതിക വിദ്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക മാത്രമാണ് ഇവിടെ ചെയ്തത്. എങ്കിലും വെറും ഒരു വവ്വാലിന് വേണ്ടി മാത്രം ഇത്രയും ചെയ്യണോ എന്നായിരിക്കും പലരുടെയും ചിന്ത. എന്നാൽ നമ്മുടെ പരിസ്ഥിതി വ്യവസ്ഥയിൽ വവ്വാലുകൾക്ക് നിർണായക പങ്കുണ്ട്. പ്രാണികളെയും കൊതുകുകളെയും നിയന്ത്രിക്കുന്നതിൽ വവ്വാലുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വവ്വാൽ ഒരു രാത്രിയിൽ ആയിരക്കണക്കിന് പ്രാണികളെ ഭക്ഷണമാക്കുന്നുണ്ട്. കൂടാതെ കാർഷിക വിളകളുടെ പരാഗണത്തിനും വിത്തു വിതരണത്തിനും വവ്വാലുകൾ സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വവ്വാലുകൾ ഇല്ലാതായാൽ അത് നമ്മുടെ ഭക്ഷണ ശൃംഖലയെയും കൃഷിയെയും ദോഷകരമായി ബാധിക്കും. ഡെൻമാർക്കിലെ ഈ പരീക്ഷണം വിജയിച്ചാൽ ലോകമെമ്പാടുമുള്ള നഗരങ്ങൾക്ക് ഇതൊരു പാഠമാക്കാവുന്നതാണ് എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്.